വിശുദ്ധ ചാവറയച്ചൻ. ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും മറിയം തോപ്പിലിൻ്റെയും മകനായിട്ട് 1805 ഫെബ്രുവരി 10 ആലപ്പുഴയ്ക്കടുത്തുള്ള കൈനകരിയിലാണ് ചാവറയച്ചൻ ജനിച്ചത്. പ്രാദേശിക വിവരമനുസരിച്ച് ജനിച്ചിട്ട് 8ാമത്തെ ദിവസം ആലപ്പുഴ ഇടവക പള്ളിയായ ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ഈ ബാലനെ മാമോദീസ മുക്കി. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുര്യാക്കോസ് ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ ചേർന്ന് ഒരു ആശാൻ്റെ കീഴിൽ വിവിധ ഭാഷകളും ഉച്ചാരണ ശൈലികളും പ്രാഥമിക ശാസ്ത്രവും പഠിച്ചു. ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടായ പ്രചോദനത്താൽ വിശുദ്ധൻ സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനം ആരംഭിച്ചു. 1818 കുര്യാക്കോസിന് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മൽപ്പാൻ തോമസ് പാലക്കൽ റെക്ടറായിരുന്ന പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു. 1829 നവംബർ 29 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹം കുറച്ചുകാലം സുവിശേഷ വേലകളുമായി കഴിഞ്ഞുകൂടി. എന്നിരുന്നാലും പഠിപ്പിക്കുവാനും മൽപ്പാൻ തോമസ് പാലക്കലിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യാനുമായി അദ്ദേഹം സെമിനാരിയിൽ തിരിച്ചെത്തി. അങ്ങനെ മൽപ്പാന്മാരായ തോമസ് പേരൂക്കരയുടെയും തോമസ് പാലക്കലിൻ്റെയും നേതൃത്വത്തിൽ തദ്ദേശീയമായ ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ ചാവറയച്ചനും പങ്കാളിയായി. ഈ സന്യാസ സഭയുടെ ആദ്യത്തെ ആത്മീയ ഭവനത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നതിനായി 1830 അദ്ദേഹം മാന്നാനത്തേക്ക് പോയി. 1831 മെയ് 11 ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടത്തുകയും ചെയ്തു. തൻ്റെ ഗുരുക്കന്മാരായ 2 മൽപ്പാന്മാരുടെയും മരണത്തോടെ ചാവറയച്ചൻ നായകത്വം ഏറ്റെടുത്തു. 1855 തൻ്റെ 10 സഹചാരികളുമൊത്ത് കുര്യാക്കോസ് ഏലിയാസ് ഹോളി ഫാമിലി എന്ന പേരിൽ ഒരു വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു. 1856 മുതൽ 1871 ചാവറയച്ചൻ മരിക്കുന്നതുവരെ ഈ സഭയുടെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രിയോർ ജനറൽ ഇദ്ദേഹം തന്നെ ആയിരുന്നു. 1861 മാർപ്പാപ്പയുടെ ആധികാരികതയും അംഗീകാരവും ഇല്ലാതെയുള്ള മാർ തോമസ് റോക്കോസിൻ്റെ വരവോടുകൂടി കേരള സഭയിൽ ഒരു മതപരമായ ഒരു ഭിന്നത ഉടലെടുത്തു. തുടർന്ന് വരാപ്പുഴ മെത്രാപ്പോലീത്ത വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ സീറോ മലബാർ സഭയുടെ വികാരി ജനറൽ ആയി നിയമിച്ചു. കേരള സഭയെ തോമസ് റോക്കോസ് ശീശ്മയിൽ നിന്നും രക്ഷിക്കുവാനായി ചാവറയച്ചൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെ പ്രതി പിൻകാല സഭാ നേതാക്കളും കത്തോലിക്ക സമൂഹവും പൊതുവേയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക സഭയിലെ CMI എന്ന സന്യാസ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറാളുമായിരുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1871 ജനുവരി 3 മരിച്ചത്. വിശുദ്ധനായ സന്യാസിയുടെ എല്ലാ പരിമളവും അവശേഷിപ്പിച്ചിട്ടാണ് വിശുദ്ധൻ പോയത്. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹം മരിച്ച സ്ഥലമായ കൂനമ്മാവിൽ നിന്നും മാന്നാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവം അവിടുത്തെ സെൻറ്റ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദൈവികതയും തൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാലും മാന്നാനം ഒരു തീർത്ഥാടക കേന്ദ്രമായി മാറി. എല്ലാ ശനിയാഴ്ചകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ വിശുദ്ധൻ്റെ കബറിടത്തിൽ വരികയും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. ആണ്ടുതോറും ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാൾ വളരെ ഭക്തിപൂർവം ആഘോഷിച്ചു വരുന്നു. CMI സഭയുടെ സ്ഥാപക പിതാക്കന്മാരും തേജോമയന്മാരുമായ പേരൂക്കര തോമസ് മൽപ്പാൻ, പാലക്കൽ തോമ മൽപ്പാൻ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ബ്രദർ ജേക്കബ്
കണിയന്തറ തുടങ്ങിയ പ്രതിഭാശാലികളോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഗുരുക്കന്മാരും അൽപ്പാന്മാരുമായിരുന്ന പേരൂക്കര തോമസ്, പാലയ്ക്കൽ തോമ എന്നിവരെ പോലെ ചാവറയച്ചനും ഒരു വലിയ ദാർശനികനായിരുന്നു. പുരുഷന്മാർക്കായുള്ള ആദ്യത്തെ ഏക ദേശീയ സന്യാസ സഭ, ആദ്യത്തെ സംസ്കൃത സ്കൂൾ, കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക മുദ്രണശാല, സ്ത്രീകൾക്കായുള്ള ആദ്യത്തെ സന്യാസിനി സഭ തുടങ്ങിയവയും ആദ്യമായി കിഴക്കൻ സിറിയൻ പ്രാർത്ഥനാക്രമത്തെ വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രസിദ്ധീകരിച്ചതും അദ്ദേഹമാണ്. കൂടാതെ 1862 മലബാർ സഭയിൽ ആദ്യമായി ആരാധനക്രമ പഞ്ചാംഗം തയ്യാറാക്കിയതും ചാവറയച്ചനാണ്. ഈ അടുത്ത കാലം വരെ ഈ പഞ്ചാംഗം ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ സുറിയാനി ഭാഷയിലുള്ള അച്ചടി സാധ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ മൂലമാണ്. മാന്നാനത്ത് മലയാളത്തിലുള്ള ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം അച്ചടിച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. മാന്നാനത്തെ ആദ്യത്തെ ആത്മീയ ഭവനം കൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അനേകം ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും പുരോഹിതരെ പഠിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമായി സെമിനാരികളും പുരോഹിതർക്കും ജനങ്ങൾക്കും ആണ്ടുതോറുമുള്ള ധ്യാനങ്ങൾ, 40 മണിക്കൂർ ആരാധന, രോഗികൾക്കും അഗതികൾക്കുമായുള്ള ഭവനം, ക്രിസ്ത്യാനികളാകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ, പൊതുവിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ തുടങ്ങിയവ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രം. പുറമെ 1866 വൈദികനായ ലിയോപോൾഡ് ബൊക്കോറോ OCDയുടെ സഹകരണത്തോടുകൂടി അദ്ദേഹം സ്ത്രീകൾക്കായി മദർ ഓഫ് കാർമൽ എന്ന പേരിൽ ഒരു സന്യാസ സമൂഹത്തിന് രൂപം നൽകി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വഴി തെളിയിച്ചവരിൽ ഒരാളാണ് വിശുദ്ധ ചാവറയച്ചൻ. കത്തോലിക്ക സഭയുടെ ഓരോ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന ആശയം നടപ്പിൽ വരുത്തുന്നതിൽ ഈ വിശുദ്ധൻ മുഖ്യ പങ്ക് വഹിച്ചു. അതുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകൾ പള്ളിക്കൂടം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. തൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾക്കിടയ്ക്കും പദ്യങ്ങളും ഗദ്യങ്ങളുമായി ചില ഗ്രന്ഥങ്ങൾ വിശ്വാസികൾക്കായി രചിക്കുവാൻ ചാവറയച്ചന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല പിതാവിൻ്റെ ചാവരുൾ എന്ന അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ കുടുംബങ്ങൾക്കായിട്ടുള്ള ഉപദേശങ്ങൾ ലോകമെങ്ങും പ്രായോഗികവും ഇപ്പോഴും പ്രസക്തവുമാണ്. പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഒഴിവാക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ നിരവധിയായ മതപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾക്കിടയ്ക്കും തനിക്ക് ചുറ്റും ആത്മീയത പരത്തുവാൻ വിശുദ്ധന് കഴിഞ്ഞിരുന്നു. അതിനാൽ ചാവറയച്ചൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ഒരു ദൈവിക മനുഷ്യനായി പരാമർശിച്ചു തുടങ്ങിയിരുന്നു. ദൈവം നൽകിയ മക്കളെ വിശുദ്ധരായി ദൈവത്തിന് ഏൽപ്പിക്കാത്ത മാതാപിതാക്കന്മാർക്ക് വിധി ദിവസം ഭയാനകമായിരിക്കും. വിശുദ്ധ ചാവറയച്ചൻ്റെ ഈ വാക്കുകൾ ഓരോ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്. 1871 വിശുദ്ധ ഏലിയാസ് കുര്യാക്കോസ് ചാവറ മരിച്ചത്. എന്നിരുന്നാലും 1936 CMI സഭയുടെ പൊതുസമ്മേളനത്തിൽ ചാവറയച്ചൻ്റെ വിശുദ്ധ പദവിക്കായുള്ള മാർഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്തത്. വാസ്തവത്തിൽ 1926 മാത്രമാണ് സീറോ മലബാർ സഭയുടെ പുരോഹിത സമ്പ്രദായത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നത്. ഇതിനുശേഷം മാത്രമാണ് വിശുദ്ധ പദവിയെക്കുറിച്ചുള്ള ആശയം ചൂടുപിടിച്ചത്. റവറൻഡ് ഫാദർ വലേരിയൻ പ്ലാത്തോട്ടം വിശുദ്ധൻ്റെ ഒരു ജീവചരിത്ര രേഖ എഴുതുകയും 1939 പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവർക്ക് ലഭിച്ച അത്ഭുതകരമായ സഹായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താൻ രോഗാവസ്ഥയിലായിരിക്കെ വിശുദ്ധ ചാവറയച്ചൻ 2 പ്രാവശ്യം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും തൻ്റെ വേദനയിൽ നിന്നും ആശ്വാസം നൽകിയെന്നും 1936 വിശുദ്ധ അൽഫോൻസാമ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മതിയായ അന്വേഷണങ്ങൾക്ക് ശേഷം 1953 പരിശുദ്ധ സഭയോട് വിശുദ്ധീകരണ നടപടികൾ തുടങ്ങണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് റോമിലേക്ക് ഒരു അപേക്ഷ അയച്ചു.
1955 ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്തയായ മാർ മാത്യു കാവുകാട്ടച്ചന് രൂപതാതലത്തിലുള്ള നടപടികൾ ആരംഭിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റോമിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു. ആദ്യപടിയായി മാർ മാത്യു കാവുകാട്ട് ആരുടെയെങ്കിലും പക്കൽ ചാവറയച്ചനെ സംബന്ധിച്ച എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ മെത്രാൻ്റെ പക്കൽ സമർപ്പിക്കണമെന്നും ഈ ഉദ്യമത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഔദ്യോഗികമായ അറിയിപ്പ് നൽകി. അതിനുശേഷം 1957 ചരിത്രപരമായ പഠനങ്ങൾക്കായി ഒരു കമ്മീഷനെ നിയമിച്ചു. 1962 2 സഭാ കോടതികൾ ഇതിനായി നിലവിൽ വരുത്തി. ഇതിൽ ആദ്യ കോടതിയുടെ ചുമതല ചാവറയച്ചൻ്റെ എഴുത്തുകളും രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും രണ്ടാമത്തെ കോടതിയുടെ ചുമതല ക്രിസ്തീയ നായക ഗുണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണോ ചാവറ പിതാവ് നയിച്ചിരുന്നത് എന്ന് അന്വേഷിക്കുകയായിരുന്നു. 1969 മൂന്നാമതായി ഒരു കോടതി സ്ഥാപിച്ച് അനൗദ്യോഗികമായിട്ടുള്ള പൊതുവണക്കം വിശുദ്ധ ഏലിയാസ് ചാവറയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുകയും ചെയ്തു. 1970 അന്നത്തെ മെത്രാപ്പോലീത്തയായിരുന്ന മാർ ആൻ്റണി പടിയറ എല്ലാ കോടതികളുടെയും പ്രവർത്തനം ഔദ്യോഗികമായി ഉപസംഹരിച്ചു. ഈ രേഖകളെല്ലാം റോമിലെ ആചാരങ്ങളുടെ ചുമതലയുള്ള പരിശുദ്ധ സഭയ്ക്ക് അയച്ചുകൊടുത്തു. സഭ 1978 13 അംഗങ്ങളായുള്ള ഒരു സമിതി രൂപീകരിക്കുകയും വിശുദ്ധീകരണ നടപടികൾക്കുള്ള തങ്ങളുടെ അനുവാദം നൽകുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമിതി ചാവറയച്ചൻ നന്മ നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് പ്രഖ്യാപിച്ചു. 1980 മാർച്ച് 15 വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ വിശുദ്ധീകരണത്തിനുള്ള നാമനിർദ്ദേശം പരിശുദ്ധ സഭയ്ക്ക് മുൻപാകെ സമർപ്പിച്ചു. വിശുദ്ധീകരണ നടപടികൾക്ക് ചുമതലയുള്ള പരിശുദ്ധ നിർദ്ദേശക സമിതി ചാവറയച്ചൻ്റെ പുണ്യപ്രവൃത്തികളുടെ രേഖകൾ പരിശോധിച്ചു. ഒരു തുടക്കമെന്ന നിലയിൽ 1983 നവംബർ 23 മെത്രാന്മാരുടെയും ഉപദേഷ്ടാക്കളായ പുരോഹിതരുടെയും കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയും 1984 മാർച്ച് 27 കർദിനാൾമാരുടെ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് കൂടുതലായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ചാവറയച്ചൻ്റെ ദൈവികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്കനുസൃതമായ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളിൽ അവർ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ഈ വിവരങ്ങളടങ്ങുന്ന ഒരു വ്യക്തമായ റിപ്പോർട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മുൻപാകെ സമർപ്പിക്കപ്പെട്ടു. അവസാനം വിശുദ്ധൻ്റെ പുണ്യപ്രവർത്തികളെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ നിർദ്ദേശക സമിതി സമർപ്പിച്ച രേഖകളിൽ പാപ്പ തൻ്റെ ഔദ്യോഗിക മുദ്ര ചാർത്തുകയും 1984 ഏപ്രിൽ 7 ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ധന്യനായ ചാവറയച്ചൻ്റെ മധ്യസ്ഥതയാൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു രോഗശാന്തിയെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം അത് ഒരു അത്ഭുതമെന്ന് കണ്ടെത്തി. ഈ കണ്ടെത്തലിനെ പരിശുദ്ധ സമിതി സ്വീകരിക്കുകയും ചെയ്തു. ഇത് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിക്ക് അർഹനാക്കി. തുടർന്ന് 1986 ഫെബ്രുവരി 8 ശനിയാഴ്ച പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്തെ നാഗമ്പടം മൈതാനത്ത് വെച്ച് ധന്യനായ ദൈവദാസൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയും അൽഫോൻസ മുട്ടത്ത് പാടത്തിനെയും വാഴ്ത്തപ്പെട്ടവർ ആയി പ്രഖ്യാപിച്ചു. പിന്നീട് 2014 നവംബർ 23 ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചാവറയച്ചൻ്റെ മാധ്യസ്ഥം വഴിയായി 1960 ഏപ്രിലിൽ ശ്രീ ജോസഫ് മാത്യു പെണ്ണപ്പറമ്പിലിൻ്റെ കാലിലെ ജന്മനാലുള്ള അസുഖം ഭേദമായത് ഒരു അത്ഭുതമാണെന്ന് റോം അംഗീകരിച്ചു. ജനനം മുതലേ തൻ്റെ 2 കാലിലും മുടന്തുമായിട്ടാണ് ജോസഫ് ജനിച്ചത്. ജോസഫിൻ്റെ കുടുംബം ദരിദ്രരായിരുന്നുവെങ്കിലും ദൈവഭക്തിയുള്ളവരായിരുന്നു. തൻ്റെ കാലുകളുടെ മുടന്ത് വകവയ്ക്കാതെ ജോസഫ് സ്കൂളിൽ പോകുവാൻ തുടങ്ങി. അവൻ്റെ മൂത്ത സഹോദരി എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ജോസഫിന് 7 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ കുടുംബം ചാവറയച്ചൻ്റെ മധ്യസ്ഥതയാൽ നിരവധി പേർക്ക് രോഗശാന്തി ലഭിച്ചിട്ടുള്ളതായി അറിയുവാൻ
ഇടയായത്. ആ നിമിഷം മുതൽ അവർ ജോസഫിൻ്റെ കാലുകളുടെ അസുഖം ഭേദമാകുന്നതിന് വേണ്ടി ചാവറയച്ചൻ്റെ മധ്യസ്ഥം വളരെയേറെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അപേക്ഷിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇക്കാലയളവിലൊന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ പ്രാർത്ഥന തുടരുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം ജോസഫും അവൻ്റെ സഹോദരിയും സ്കൂളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഭക്തിയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ പതിവായി ചെയ്യുന്നത് പോലെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനോട് തൻ്റെ കാലുകളിലെ അസുഖം ഭേദമാക്കുവാനും ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലുവാൻ അവൻ്റെ സഹോദരി അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജോസഫിന് തൻ്റെ വലതുകാൽ വിറയ്ക്കുന്നതായി അനുഭവപ്പെട്ടു. ജോസഫ് ഉടനെ തന്നെ തൻ്റെ വലതുകാൽ നിലത്തുറപ്പിച്ചുകൊണ്ട് പതിയെ നടക്കുവാൻ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ്റെ വലതുകാലിലെ അസുഖം ഭേദമായി. കുറച്ച് ദിവസങ്ങളോളം നടക്കുമ്പോൾ അവന് വേദന അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് വേദനയും ഇല്ലാതെയായി. അവൻ്റെ ഒരു കാലിലെ അസുഖം ഭേദമായത് അവൻ്റെ കുടുംബത്തിന് വളരെയേറെ സന്തോഷവും പ്രതീക്ഷയും നൽകി. കൂടുതൽ ഉത്സാഹത്തോടും ഭക്തിയോടും കൂടി അവൻ്റെ ഇടതുകാലിലെ മുടന്തുകൂടി ഭേദമാകുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 1960 ഏപ്രിൽ 30 രാവിലെ ജോസഫിന് തൻ്റെ ഇടതുകാലിൽ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. എന്നിരുന്നാലും അവൻ ആ വേദന വകവയ്ക്കാതെ തൻ്റെ സഹോദരിയുടെ കൂടെ അവരുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവൻ്റെ ഇടതുകാലിലെ വിരലുകൾ നേരെയാവുകയും ക്രമേണ അവൻ്റെ കാലും സുഖം പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ 2 കാലും നിലത്തുകുത്തി അവന് സാധാരണ പോലെ നടക്കുവാൻ സാധിച്ചു. ഇത് ചാവറയച്ചൻ്റെ മാധ്യസ്ഥം മൂലമാണ് സംഭവിച്ചതെന്നാണ് ജോസഫ് വിശ്വസിക്കുന്നത്. ജോസഫിൻ്റെ അത്ഭുതകരമായ ഈ രോഗശാന്തി 1984 വിശുദ്ധീകരണ നടപടികൾക്കായി റോമിൽ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ജോസഫിന് 31 വയസ്സായിരുന്നു പ്രായം. വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ വിശുദ്ധീകരണത്തിന് പരിഗണിച്ച ഒരു അത്ഭുതമാണ് മരിയ ജോസ് കൊട്ടാരത്തിൽ എന്നു പേരായ പെൺകുട്ടിയുടെ കോങ്കണ്ണ് പൂർണ്ണമായും സുഖപ്പെട്ടത്. കൊട്ടാരത്തിൽ വീട്ടിൽ ജോസ് തോമസിൻ്റെയും മറിയക്കുട്ടിയുടെയും ഏറ്റവും ഇളയ മകളായിരുന്നു അവൾ. അവൾക്ക് മുകളിൽ 2 സഹോദരന്മാർ. ഏറ്റവും മൂത്ത സഹോദരൻ ജോർജ് പാല അതിരൂപതയ്ക്ക് കീഴിലുള്ള സെമിനാരിയിലെ പഠിതാവും രണ്ടാമത്തവനായ ഫെബിൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും. 2005 ഏപ്രിൽ 5 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പാലായിലാണ് മരിയ ജനിച്ചത്. പാലായിലെ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് അവളെ മാമോദിസ മുക്കിയത്. അവൾക്ക് ജന്മനാ തന്നെ കോങ്കണ്ണ് ഉണ്ടായിരുന്നു. അവളുടെ മാതാപിതാക്കളും 4-5 മാസം പ്രായമുള്ളപ്പോൾ മുതൽ അവളെ അറിയുന്നവർക്കെല്ലാം ഇക്കാര്യം അറിയാമായിരുന്നു. അവളുടെ കണ്ണുകൾ പരിശോധിച്ച 5 പേർ അടങ്ങുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം ഇത് കോങ്കണ്ണ് ആണെന്ന് ഉറപ്പിക്കുകയും ശസ്ത്രക്രിയ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പലവിധ കാരണങ്ങളാൽ അവളുടെ കുടുംബം ശസ്ത്രക്രിയ ഒഴിവാക്കിയിട്ട് ദൈവത്തിലേക്ക് തിരിയുകയും വിശുദ്ധ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു. ഒക്ടോബർ 9 മറിയക്കുട്ടി വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ മുറിയും ഖബറിടവും സന്ദർശിച്ചു. പിന്നീട് ഒക്ടോബർ 12 മരിയയെയും അവളുടെ മാതാപിതാക്കളും ഖബറിടം സന്ദർശിക്കുകയും വളരെ ഭക്തിപൂർവ്വം അവളുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒക്ടോബർ 16 പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും നിലനിൽക്കുന്ന ആചാരമനുസരിച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയുവാൻ അവൾ തൻ്റെ മാതാപിതാക്കളുടെ അരികത്ത് ചെന്നപ്പോൾ അവളുടെ മാതാപിതാക്കൾ കുട്ടി നേരെ നോക്കുന്നതും അവളുടെ കണ്ണുകൾ സുഖമായതും ശ്രദ്ധിച്ചു. വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മാന്നാനത്ത് ചാവറയച്ചൻ്റെ കബറിടത്തിൽ വെച്ച് അദ്ദേഹത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച പ്രാർത്ഥനകളും കൂടാതെ തങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളും മൂലമാണ് ഈ രോഗശാന്തി ലഭിച്ചതെന്ന് അവളുടെ മാതാപിതാക്കളും പ്രത്യേകിച്ച് അവളുടെ അമ്മയായ മറിയക്കുട്ടിയും മുഴുവൻ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും വിശ്വസിക്കുന്നു.
ഇതേ തുടർന്ന് കുട്ടിയെ അവർ വിവിധ ഡോക്ടർമാരുടെ പക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയെങ്കിലും അവരെല്ലാവരും തന്നെ തങ്ങളുടെ അറിവിലുള്ള വൈദ്യശാസ്ത്രപരമായ അറിവുകൾക്ക് വിവരിക്കാനാവാത്ത വിധത്തിലുള്ള രോഗശാന്തിയാണ് ഇതെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. കൂടാതെ ഈ കുട്ടിയുടെ കണ്ണുകൾ ഒരു തരത്തിലുള്ള വൈദ്യശാസ്ത്രപരമായ ചികിത്സകൾക്കും ശസ്ത്രക്രിയയ്ക്കും വിധേയമായിട്ടില്ലെന്നും ഈ പരിശോധനകളിൽ നിന്ന് തെളിഞ്ഞു. അതിനാൽ ഒരു ശസ്ത്രക്രിയയും കൂടാതെ പെട്ടെന്നുള്ളതും പൂർണ്ണവും സ്ഥിരവുമായിട്ടുള്ള രോഗസൗഖ്യമാണ് ഇതെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ ദൈവശാസ്ത്രജ്ഞന്മാരായ വിദഗ്ധരും ഈ അത്ഭുതകരമായ സുഖപ്പെടുത്തൽ വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ മധ്യസ്ഥതയിൽ നടന്നതാണെന്ന് സ്ഥിരീകരിച്ചു. അപ്രകാരം 2014 മാർച്ച് 18 കർദിനാൾമാരുടെ കൂടിക്കാഴ്ചയിൽ വെച്ച് പരിശുദ്ധ നാമനിർദ്ദേശിക സമിതി അംഗീകരിക്കുകയും ഇത് 2014 നവംബർ 23 വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് നയിക്കുകയും ചെയ്തു.